ഇത്രയും തകർന്ന് തരിപ്പണമായി കൂടെ ഉള്ളവൻ പാര വെച്ച് നിൽക്കുന്ന സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചു. അതാണ് ദാവീദ്. അപ്പം നീ എൻ്റെ എന്ത് തകർച്ച, ചില സമയത്ത് ഇതുപോലെയുള്ള തകർച്ചകൾ ആർക്കും ഉണ്ടാകാം. ചിലപ്പോൾ സ്വന്തം അപ്പനമ്മമാർ തന്നെയായിരിക്കും ഒരു വീട്ടിലെ കുടുംബത്തിൻ്റെ ശത്രുക്കളെന്ന്, മക്കൾ തന്നെയായിരിക്കും ശത്രുക്കളെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സബ്ജക്റ്റ്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്താണ്? പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. നീ ദൈവപൈതലാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് ആൾക്കാർ പരിശുദ്ധാത്മ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധൻ, ദൈവം ദാവീദിനെ ശപിക്കുമ്പോഴും ദാവീദ് പ്രാർത്ഥിക്കും, അങ്ങേ പരിശുദ്ധൻ എന്നെ വിട്ടുപോകാതിരിക്കണമെന്ന്. അതുകൊണ്ട് അതാണ് പ്രാർത്ഥന. എന്നിട്ട് ദാവീദിനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ, അതായത് ബൈബിൾ പ്രാർത്ഥനയുടെ അലകും പിടിയുമൊക്കെ ദാവീദിന് നാവിലൂടെയാണ് വെളിപ്പെടുത്തപ്പെട്ടത്. പിന്നെന്താണ് പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചത്, അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഇതൊക്കെ മാത്രം മതി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വോളിയം ബുക്ക് എഴുതാൻ. അതുകൊണ്ട് പതറരുത്, ഒരു വിഷയത്തെയും പതറരുത്. അതിപ്പോൾ ഈ വിഷയമല്ല മാത്രമല്ല, നിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് വിചാരിച്ചോ എൻ്റെ യൂണിവേഴ്സിറ്റി, കാരണം കൊണ്ട് നിനക്ക് പൈസ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് അവിടെ പഠിക്കാൻ കൃത്യസമയത്ത് ഫീസ് അടക്കാൻ ഒത്തില്ല, എന്തെങ്കിലും ആകട്ടെ, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഏജൻറ്റ് നിന്നെ പറ്റിക്കും, 8 ലക്ഷം മേടിച്ചിട്ട് പോകും. പിന്നെ അറിയണം അവൻ പോലീസിൽ പിടിച്ചെന്ന്, ഫ്രോഡായിരുന്നു അറിയുന്നു. ഇതൊക്കെ അറിയുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് പ്രാർത്ഥനയായിരിക്കണം. അല്ല കാലം കഴിവേറി മുടിഞ്ഞു പോകുമെന്നൊക്കെ പറയരുത്, അതൊരു കഥയില്ല. അതാർക്കും പറയാം, ദൈവത്തെ അറിയാത്ത ആർക്കും പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ബൈബിളിലുള്ളത്, ആ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളെന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ്.